സ്കിൻ വൈറ്റനിങ്, അതായത് മുഖം വെളുക്കാനായിട്ട്. കരിമങ്കലിയൊക്കെയുള്ളവർക്ക് ഇങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടാവില്ലേ മുഖത്ത്, ആ കറുത്ത പാടുകളൊക്കെ മാറി നല്ല നിറമുള്ള മുഖ ചർമ്മങ്ങൾ ഉണ്ടാവാനായിട്ട്, അതുപോലെ മുടി ധാരാളമായിട്ട് വളരാനായിട്ട് ഇരട്ടിമധുരം എങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ മെനപ്പോസൽ സിൻഡ്രോം, ലേഡീസിനൊക്കെ ആ മെനപ്പോസിന്റെ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ദേഹത്തെ ആശകൾ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന മാതിരത്തെ ചുടിച്ചിൽ തോന്നുക, ദാഹം തോന്നുക, ഇത്തരം അവസ്ഥകളിൽ എങ്ങനെ ഇരട്ടിമധുരം ഉപയോഗിക്കാം. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ തടയാനായിട്ട് ഇരട്ടിമധുരം എങ്ങനെ ഉപയോഗിക്കാം. പിന്നെ അൾസർ പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനായിട്ട് എങ്ങനെ ഇരട്ടിമധുരം ഉപയോഗിക്കാം. ഇരട്ടിമധുരം ചായ എങ്ങനെ തയ്യാറാക്കാം. കരൾ രോഗങ്ങളെ തടയാനായിട്ട് ഇരട്ടിമധുരം എങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആദ്യം നമുക്ക് അതിനു മുമ്പായിട്ട് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എന്താ നോക്കട്ടെ. അതായത് ഗ്ലൈസിറിസ ഗ്ലാബ്ര എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. ഇംഗ്ലീഷ് നെയിം ലിക്കോറിസ്. സംസ്കൃതത്തില് യഷ്ടിമധു, അതിമധുരം, മധുകം എന്നൊക്കെ പറയുന്നു. യഷ്ടി എന്ന് വിളിക്കുന്ന സാധനമാണ് ഇരട്ടി മധുരം, ലിക്കോറിസ് എന്ന് വിളിക്കുന്നു. ഇത് ചൈനീസ് മെഡിസിനിലും ജപ്പാനീസ് മെഡിസിനിലും ഒക്കെ പണ്ട് കാലം തൊട്ടേ ഇത് ഉപയോഗിച്ചു വരുന്ന അവിടെയൊക്കെ വളരെ ക്വൈറ്റ് കോമൺ ആണിത്. നമുക്ക് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര അങ്ങോട്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല. എന്നാലും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കരിമംഗലം പോലുള്ള ബ്യൂട്ടി സംഗതികളിലൊക്കെ ഇത് ഉപയോഗിക്കാന്നുള്ളത് കൊണ്ടേ കുറെ പേർക്കൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങളിൽ ഒരു പ്രധാന ചേരുവയാണ് ഇരട്ടിമധുരം. മനസ്സിലായോ? അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പിത്തത്തിനെ ശമിപ്പിക്കുന്ന സംഗതിയാണ്. അതായത് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുര രസമാണ്, മധുര വിഭാഗമാണ്. അതുപോലെ സ്നിഗ്ധ ഗുണമാണ്, ശീതവീര്യമാണ്. മനസ്സിലായോ? സ്നിഗ്ധ ഗുണമാണ്, ശീതവീര്യമാണ്, മധുര രസമാണ്, മധുര വിഭാഗമാണ്, പിത്തത്തിനെ ശമിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പിത്ത സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ മെനോപോസൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു ചുട്ടുനീറ്റവും പുകച്ചിലും വെള്ളം ദാഹവും ആകെ ഒരു പുകച്ചില് ഇതൊക്കെ ഉണ്ടാവില്ലേ, ഹോട്ട് ഫ്ലാഷസ്, ഇത്തരം അവസ്ഥയൊക്കെ മെനോപോസില് ഈ കാണിക്കുന്നൊക്കെ പിത്തത്തിന്റെ സിംറ്റംസാ. അപ്പൊ പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥയിലും ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ അൾസർ പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇരട്ടി മധുരം, മധുരരസം മധുര വിഭാഗമാണല്ലോ. അപ്പൊ നാച്ചുറലി പിത്തത്തിനെ ശമിപ്പിക്കും. മനസ്സിലായില്ലേ? ശീതവീര്യമാണ്, പിത്തം ചൂടല്ലേ. അപ്പൊ ആ ചൂട് കൂടുമ്പോൾ രക്തദൂഷ്യം ഉണ്ടാവുന്നു. അങ്ങനെയാണ് ആ മെനോപോസൽ സ്റ്റേജിനോടനുബന്ധിച്ച് ആ ഹോർമോൺസിന്റെ ചേഞ്ചസ് വരുമ്പോൾ സ്കിന്നിൽ ഇങ്ങനെ ഡാർക്ക് കളർ വരുന്നത്. അപ്പൊ അത് കളയാനായിട്ട് ഇത് ഒന്നാന്തര സംഗതിയാണ് ഇരട്ടി മധുരം. അതുകൊണ്ട് നിങ്ങൾ ഇത് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഉപയോഗങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കുക വഴി പറയാം, ശ്രദ്ധിച്ചു കേൾക്ക്. അപ്പൊ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ തടയാനായിട്ട് സാധിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ കരൾ സംബന്ധമായ രോഗങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരുന്നവരെ കണ്ടില്ലേ, ഷോർട്ട് ടെമ്പർമെന്റ് ഉള്ളവര്, പെട്ടെന്ന് ദേഷ്യം വരുന്നവര്, അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേഷ്യം വരുന്ന ഈ പിത്തം വർദ്ധിക്കുമ്പോഴാണ്. പിത്തം വർദ്ധിക്കുമ്പോൾ അത് ആദ്യം ബാധിക്കുക ഏതാ വയത്തിനേതറിയോ? നമ്മുടെ കരളിനെയാണ്, ആമാശയത്തിനും കരളിനെയാണ് പിത്തം വർദ്ധിച്ചു കഴിഞ്ഞാൽ ബാധിക്കുക. അതുകൊണ്ടാണ് ഈ നെഞ്ചരിച്ചിലും പുളിച്ചേട്ടിലൊക്കെ അസിഡിറ്റിയും അൾസറും ഒക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ആ പിത്തരസം ശരീരത്തിൽ വർദ്ധിക്കുക, ചൂട് ശരീരത്തിൽ കൂടുക. അപ്പൊ അത് ആദ്യം ദഹനേന്ദ്രിയ വ്യൂഹത്തെ, എന്താ വെച്ചാൽ ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിത്തം, ജഠരാഗ്നി, പാചനം ഇതൊക്കെയാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ അത് പിത്തം വർദ്ധിക്കുമ്പോഴാണ് ഈ അൾസർ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ബാധിക്കുന്ന ഒരു മറ്റൊരു രോഗമാണ് കരള്. അപ്പൊ ഈ ദേഷ്യം കൂടുതലുള്ളവരൊക്കെ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇനി അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇത് ഉപയോഗിച്ചു വരുന്ന ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയോ? ഈ ഗായകര്, പാട്ടുകാര്, തൊണ്ട കൊണ്ട് ജോലി ചെയ്യുന്നവര്. അവർക്ക് ഇത് വളരെ ആവശ്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ടൊരു ചായ തയ്യാറാക്കണം. അതുപോലെ നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കണം. അതുപോലെ തലമുടി വളരാനായിട്ട് തലമുടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളുണ്ടാവും. അതൊക്കെ പിത്തം വർദ്ധിക്കുന്ന, ശിരസിനെ ആശ്രയിച്ച് ചൂട് കൂടിയിട്ട് പിത്തം വർദ്ധിച്ചിട്ടേ ആ രക്തദൂഷ്യം ഉണ്ടാകുമ്പോഴാണ് ചെറിയ ചെറിയ കുരുക്കൾ തലയിലുണ്ടാവും. അതുപോലെ ചില കൂടുതലായിട്ട് താരൻ ഉണ്ടാകുന്നതും ആ കഫത്തിന്റെ ഒരു കോട്ടിങ് ശിരസിനെ ആശ്രയിച്ചുണ്ടാകുമ്പോഴാണ് ഈ മുടിവേരുകൾക്ക് ബലം കുറയുന്നതും മുടി കൊഴിയുന്നതിനും സാധ്യമാകുന്നത്. കാരണമാണ്. അപ്പൊ ആ കഫത്തിനെയൊക്കെ ശമിപ്പിച്ചിട്ട്, ആ പിത്തത്തിനെ ശമിപ്പിച്ചിട്ട് ആ മുടിവേരുകൾക്ക് വളർച്ച ഉണ്ടാവുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ ഉപയോഗിക്കാന്ന് പറയണം. അപ്പോ പിന്നെ ഇതെല്ലാവർക്കും ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ഒരു ടീ രൂപത്തിൽ ഒരു ചായ തയ്യാറാക്കി കഴിച്ചാൽ മതി. അതെങ്ങനെയാ വേണ്ടെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ലിവർ പ്രോബ്ലം ഉണ്ടാവുന്നില്ല, ഈ ദേഷ്യം വരുന്നവർക്ക് ഉണ്ടാവുന്ന കരൾ വീക്കവും സംഭവങ്ങളും നിയന്ത്രിച്ചു നിർത്താനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു കുഞ്ഞു കഷ്ണ, ഇച്ചിരി മധുരമാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിലിട്ട് ചവയ്ക്കുക. ഒരു കുഞ്ഞു കഷ്ണം രാവിലെ തന്നെ പൊളിച്ചെടുത്തിട്ട് നമ്മുടെ മോണയ്ക്കിടയിൽ വെച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്ക് ഒരു കടി ഇച്ചിരി വെള്ളം ഇറക്കുക.
അതങ്ങനെ അവിടെ വായിൽ കിടന്നോട്ടെ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ അത് തുപ്പി കളഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു കഷ്ണം എടുത്ത് വായിൽ മോണയുടെ ഇടയിൽ വെക്കുക, ഇടയ്ക്കൊരു കടി കടിക്കുക, ആ നീരൊന്ന് കുടിക്കുക. ഇത് ശീലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദേഷ്യവും ഷോർട്ട് ടെമ്പർമെന്റ് കൊണ്ടൊക്കെ നിങ്ങളുടെ കരളിന് വീക്കം ഉണ്ടാവുമോ, കരൾ വീക്കം അത് സംബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യത ഉണ്ടെങ്കിൽ അത് തടയുന്നതിന് സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ അസിഡിറ്റിയും അൾസറും ഒക്കെ ഉള്ളവർക്ക്. അത് ഇടയ്ക്ക് ചെറുങ്ങനെ ഒരു കടി കുടിക്കുക, ആ നീരങ്ങടെ ഇറക്കുക. അപ്പൊ ഈ മധുരരസവും പിത്തശമന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടേ ഇത് സ്നിഗ്ധവീര്യാണ് ശീതവീര്യാണ് സ്നിഗ്ധ ഗുണമാണല്ലോ. അപ്പൊ പിത്തത്തിനെ ശമിപ്പിക്കും. ഈ അൾസർ പോലെയുള്ള രോഗാവസ്ഥയിൽ പിത്താണ് വർദ്ധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊരു ചെക്കടിയും 2 നീരങ്ങടെ ഇറക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇത് കഴിക്കുമ്പോൾ ആ പിത്തത്തിനെ ശമിപ്പിക്കുന്നതും ഈ അൾസർ കൊണ്ടുണ്ടാകുന്ന ആ തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിയന്ത്രിച്ചു നിർത്തുന്നു. പൂർണ്ണമായിട്ട് മാറുന്നു ഞാൻ അവകാശപ്പെടുന്നില്ല, പറയുന്നില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അതിന് നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടതായ രോഗനിർണയവും രോഗിയുടെ അവസ്ഥയൊക്കെ അസസ്മെന്റ് നടത്തിയിട്ട് അതിന് വേണ്ടതായ ഔഷധങ്ങൾ ശീലിക്കണം. പക്ഷെ ഔഷധങ്ങൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നവരായാൽ പോലും ഇനി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്ന അത്ര തീവ്രതയിൽ നിങ്ങളുടെ രോഗാവസ്ഥ എത്തിയിട്ടില്ലെങ്കിൽ ഇത് ശീലാക്കി കഴിഞ്ഞാൽ അത് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് മതിയാവില്ല, ഉതകില്ല. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറ്റും. ഇനി വേറൊരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? ഇതിന് നല്ല സുഗന്ധമുണ്ട്. അപ്പൊ നമുക്ക് വായ്നാറ്റൊക്കെ അനുഭവപ്പെടുക, അല്ലെങ്കിൽ വായിൽ ഈ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിനും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ വായ്പുണ്ട് വരിക, മോണയ്ക്ക് പഴുപ്പ് വരിക, പുഴുപ്പല് വരിക, ഇത്തരം സംഗതികളൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, അതുപോലെ ടങ്ങിൽ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ട് രുചി അറിയായിക, ടേസ്റ്റ് അറിയായിക ഉണ്ടാവില്ലേ. അപ്പൊ ഇതിങ്ങനെ മോണയ്ക്ക് ഇടയിലിട്ട് ഇടയ്ക്ക് ചെറുങ്ങനെ ഒരു കടി ആ നീരങ്ങടെ ഇറക്കുക. അത് നമ്മുടെ വായ്നാറ്റം അകറ്റുന്നതിന്, ടങ്ങ് കോട്ട് ചെയ്തിട്ട് രുചി അറിയാതാവുന്നത്, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് സാധിക്കും. അതുപോലെ ദഹനരസങ്ങള് ക്രമീകരിക്കുക വഴി അസിഡിറ്റി അൾസർ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സാധിക്കുന്നു. ഈ ദേഷ്യം വരുന്നവർക്ക് കരൾ രോഗം കൂടുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ മെനപ്പോസൽ സിൻഡ്രോമിലും ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ഈ ടീ ചായ തയ്യാറാക്കി കുടിച്ചാൽ മതി. അത് ഈ തൊണ്ടയില് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ, ഈ സ്വരശാതം സ്വരശുദ്ധി ഉണ്ടാവുക. സ്വരശുദ്ധി വേണമല്ലോ ഈ ഗായകർക്ക്. അത് ഈ കഫം വർദ്ധിച്ചിട്ട് കഫം തടഞ്ഞിട്ടും ശബ്ദം അടയാം, അതല്ലെങ്കിൽ ഡ്രൈനെസ് കൊണ്ടും ശബ്ദം അടയാം. ഈ 2 കേസിൽ ഇത് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഇതിനായിട്ട് ഒരു ടീ ചായ തയ്യാറാക്കുന്ന, ഇരട്ടിമധുരം ചേർത്തൊരു കാപ്പി തയ്യാറാക്കുന്ന വിധം എന്ന് പറയാം. അതിന് ലിക്കോറിസ് ടീ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. പക്ഷെ നമ്മുടെ ഈ ഇരട്ടിമധുര കാപ്പി എന്ന് വിളിച്ചോ. ഓക്കെ, അത് തയ്യാറാക്കുന്ന വിധം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും, മനസ്സിലായോ? അപ്പൊ അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് തൊണ്ടയിലെ കഫം കൊണ്ടാണെന്നെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ മറ്റൊരു സംഗതി ചേർക്കണം. ഏതെന്നറിയോ? ഇരട്ടിമധുരം വേണം, ഇഞ്ചിയും വേണം. കഫം വർദ്ധിച്ചിട്ടാണ് ശബ്ദം അടയുന്നതെന്നുണ്ടെങ്കിൽ ഇരട്ടിമധുരവും ഇഞ്ചി എടുക്കുക. ഇനി ഡ്രൈനെസ് കൊണ്ട്, ഡ്രൈ കഫ് വരുന്നു, ഡ്രൈനെസ് കൊണ്ട് ശബ്ദം അടയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുക്ക് എടുക്കണം. 2 ഒരേ സാധനം തന്നെ, പക്ഷെ ഇത് വർക്ക് ചെയ്യണത് എന്താണെന്നറിയോ? ഇഞ്ചി രൂക്ഷത ഉണ്ടാക്കും, ചുക്ക് സ്നിഗ്ധത തന്നെ ഉണ്ടാക്കും. അപ്പൊ ഡ്രൈനെസ് ആണെന്നുണ്ടെങ്കിൽ ചുക്ക് എടുക്കുക, കൂടുതൽ കഫമുള്ള അവസ്ഥയാണെങ്കിൽ ഇഞ്ചി എടുക്കുക. അതിന്റെ കൂടെ ഇരട്ടിമധുരം ചേർക്കുക. പിന്നെ വേണ്ടതെന്ന് അറിയോ? നമ്മുടെ തെങ്ങിൻ ചക്കര. ഇതും ചേർത്ത് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിങ്ങനെ ചൂടോടെ ഫ്ലാസ്കിൽ വെക്കുക. ഒരു കാൽ ഗ്ലാസ് വീതം. ഗായകരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശീലാക്കിക്കോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ടയൊക്കെ തുറന്ന് നല്ല ശബ്ദം, നല്ല സ്വരശുദ്ധി വരുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതേ ടീ കുടിച്ചാൽ ഈ മെനപ്പോസ് കൊണ്ട് ഉണ്ടാകുന്ന ആ സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ചൂടും ആ ദേഷ്യം വരലും അവർക്കൊക്കെ ഈ ചായ കുടിക്കാവുന്നതാണ്. ലിക്വറിസ് ടീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മനസ്സിലായോ? ഇരട്ടി മധുരം ഇട്ടിട്ട് ഇനി ഇതിൽ കാപ്പിപ്പൊടി ഇടണമെങ്കിൽ കാപ്പിപ്പൊടി ചേർത്തോ, പാലൊഴിച്ച് കാപ്പി പോലെ തയ്യാറാക്കണമെങ്കിൽ ചെയ്യിക്കോ, ചുക്ക് കാപ്പി പോലെ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ഈ ഇരട്ടി മധുരം കൂടെ ചേർത്തുക. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ അത് നിത്യേന രാവിലെ അങ്ങോട്ട് ശീലാക്കിയാൽ എന്തൊക്കെ ഗുണമെന്ന് മനസ്സിലായോ? തൊണ്ടയുടെ ആ കഫം അടഞ്ഞിട്ടുള്ള പ്രശ്നം തീരും. ഇനിയിപ്പോ ചുക്ക് ഇട്ടിട്ടാണെങ്കിൽ ഡ്രൈ കഫ് കൊണ്ട് തൊണ്ട അടയ ശബ്ദം അടയുന്നുണ്ടെങ്കിൽ അത് ശരിയാവും. അതുപോലെ നിങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയാവും, മനസ്സിലായോ? അപ്പോൾ വെറുതെ ചവച്ചരച്ചാൽ ഈ കരൾ രോഗങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, അസിഡിറ്റി നിയന്ത്രിക്കാൻ പറ്റും. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന മറ്റൊരു സംഗതിയല്ലേ ഈ ഹെയർ പാക്ക്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇത്തിരി പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുക. ഈ ഇരട്ടിമധുരം നന്നായിട്ട് സൂപ്പർ ഫൈനായിട്ട് പൊടിച്ചതില്ലേ, അത് അതിൽ നല്ലപോലെ കുഴമ്പ് പോലെ ആക്കിയിട്ട് അത് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശിരസിൽ നിത്യേന ശീലിക്കുന്ന വെളിച്ചെണ്ണ എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നിശ്ചയിക്കുക. ഇനിയിപ്പോൾ ഹെയർ ഫോളും താരനൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് സമീപിച്ചിട്ട് അതിന് നിങ്ങളുടെ ശരീരപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ നിശ്ചയിച്ചിട്ട് ആ എണ്ണ തേച്ച് ഒരു 15 മിനിറ്റ് ഇടണമല്ലോ. ആ തേച്ച് പിടിപ്പിച്ച് നല്ലോണം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അതിന്റെ മീതെ ഈ പാക്ക്, ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഇരട്ടിമധുര ചൂർണ്ണം നല്ല ഫൈൻ പൗഡർ ആക്കിയത് നന്നായിട്ട് കുഴമ്പ് പോലെ ആക്കിയിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ കഴുകിക്കളയാം. അപ്പൊ അത് കഴുകിക്കളയാനായിട്ട് നിങ്ങൾ ഈ സോപ്പും ഷാമ്പും ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മുടെ
മുൽഗം, അതായത് ചെറുപയറിന്റെ പൊടി അല്ലെങ്കിൽ കടലമാവ്, അത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ താളിപ്പൊടികൾ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാവും ചെമ്പരത്തി താളിയോ വെള്ളിലും താളിയോ എന്താന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കഴുകുക. ഈ ഷാമ്പുവും സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗുണം കിട്ടില്ല, അത് മൊത്തം പോവും. മനസ്സിലായി? കംപ്ലീറ്റ്ലി പോവും. അത് ഒരു ചെറിയ ഒരു അംശം അവിടെ നിൽക്കണം, എന്നാൽ വൃത്തിയാവും വേണം. അതിനാണ് ഈ ചെമ്പരത്തി താളിയും വെള്ളിയിലത്താളി അതുപോലെ ചെറുപയർ പൊടി കടലമാവൊക്കെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോ എണ്ണ നിന്ന് നീരിളക്കമുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല വെച്ചാൽ പിന്നെ ഞാൻ ഒന്നും പറയില്ല, അത് അങ്ങനെ ആയിക്കോട്ടെ. ഇനി അടുത്തതായിട്ട് ഫേസ് പാക്ക് പറയാം. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേറെ കൂടുതൽ സംഗതികളൊന്നും വേണ്ട. നമുക്ക് ഓട്സിന്റെ പൊടി വേണം. ഓട്സ് പൊടി എടുക്കുക. അതുപോലെ കടലമാവ് വേണം. പിന്നെ ഇരട്ടിമധുരത്തിന്റെ പൊടി വേണം. പിന്നെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാനായിട്ട് ബേസ് എന്താ വേണ്ടതെന്ന് അറിയോ? നമുക്ക് തൈരിൽ ഇതങ്ങോട്ട് കുഴച്ച് നല്ല കുഴമ്പ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് ഫേസ് പാക്ക് അങ്ങ് ഇടുക. അപ്പൊ അത് ഇടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചെറുപയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് മുഖം നന്നായിട്ടൊന്ന് ഇളം ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി ഡ്രൈ അപ്പ് ചെയ്യുക. ഒരു ടവൽ കൊണ്ട് തുടച്ചതിന് ശേഷം ഈ ഫേസ് പാക്ക് ഇടുക. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് തൈരാണ് ബേസ്. ഇരട്ടിമധുരം നല്ല സൂപ്പർ ഫൈനായിട്ട് പൊടിച്ച പൊടി വേണം. അതുപോലെ ഓട്സ് പൊടിച്ച പൊടി വേണം. ഓക്കെ, ഈ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ഫേസ് പാക്ക് ഇടാം. ഇനി വേണമെങ്കിൽ അതിൽ ഇച്ചിരി ഗ്ലേസിങ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര ഓയിലി സ്കിന്നൊക്കെയാണ്, ചെറുതായിട്ട് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേനും കൂടെ ചേർക്കാം. ഇച്ചിരി തേനും കൂടെ ചേർത്തിട്ട് അങ്ങനെ നല്ല ശരിക്കും മിക്സ് ചെയ്യണത്. എന്നിട്ട് ഒരു ഫേസ് പാക്ക് പോലെ ഇട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല വെള്ളം കൊണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചു നോക്കി. നല്ല ഗ്ലോയിങ് സ്കിന്നായിരിക്കും, നല്ല വൈറ്റനിങ് കിട്ടും, നല്ല സോഫ്റ്റ്നെസ് കാണും, നല്ല പഫി ഫേസ് ആയിരിക്കും, സ്കിന്നായിരിക്കും. ഓക്കെ, ഇനി ഇത് കരിമംഗലത്തിന്റെ ഉപയോഗം കൊണ്ട്, കരിമംഗലം കൊണ്ടുള്ള നിറ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് തന്നെ മതി. പക്ഷെ കുറച്ച് ദിവസം ഒന്നും പോരാ. കരിമംഗലം ആകുമ്പോൾ 1-2 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും വരാൻ പോകുന്നില്ല. പക്ഷെ ചില സ്കിന്നിന് ഈ തൈര് ഒക്കെ അലർജി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ചെറിയൊരു ബേണിങ്ങോ ഫീലിംഗോ ഒക്കെ തോന്നും. അതുകൊണ്ട് അപകടമൊന്നുമില്ല, തന്നെ സെറ്റിൽ ആയിക്കോളും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട. അതിന് വേറെ റൂസ് വാട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. തൈരിന് പകരം മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ തക്കാളിയുടെ നീരില്ലേ, ആ തക്കാളിയുടെ നീരിൽ ഉപയോഗിക്കാം. എന്നിട്ടിപ്പോ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറുതായിട്ട് നീറ്റിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വെരി റയർലി, യാതൊരു സാധ്യതയില്ല കേട്ടോ, ഇത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇച്ചിരി ഒലിവ് ഓയിൽ കുറച്ച് ഡ്രോപ്പ് കൊണ്ട് ഒന്ന് മസാജ് ചെയ്യുക. ഇനി കുങ്കുമാതി തൈലം കൊണ്ടാ വെച്ചാൽ വിശേഷമായി, അങ്ങനെയും വേണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ ഫൈൻ ഗ്ലോയിങ് വൈറ്റനിങ് ആയിട്ടുള്ള സ്കിന്നുണ്ടാവും, നല്ല ഗോർജിയസ് ഫേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തലയ്ക്കുള്ള പാക്ക് പറഞ്ഞു, ഫേസിനുള്ള പാക്ക് പറഞ്ഞു, നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ടീ തയ്യാറാക്കാന്ന് പറഞ്ഞു, ലിക്കോറിസ് ടീ പറഞ്ഞു. ഇത് ലിവർ ഡിസോർഡേഴ്സിൽ ഹെപ്പറ്റൈറ്റിസ് സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മെനോപോസൽ സ്റ്റേജിൽ, അതുപോലെ ദഹനസംബന്ധ പ്രശ്നങ്ങൾ, അസിഡിറ്റി എങ്ങനെ തടയുന്നു പറഞ്ഞു. ഇതിന്റെ രസഗുണ വീര്യ വിഭാഗങ്ങൾ ഒട്ടും അടിക്കേണ്ട, സംശയിക്കേണ്ട. മധുരരസമാണ്, മധുര വിഭാഗമാണ്, സ്നിഗ്ധ ഗുണമാണ്, ശീതവീര്യമാണ്. ഇതാണ് ആയുർവേദ പ്രോപ്പർട്ടീസ്. ഗ്ലൈസിറിസ ഗ്ലാബ്ര എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഇരട്ടി മധുരം എന്ന് മലയാളത്തിലും യഷ്ടി മധു എന്ന് സംസ്കൃതത്തിലും വിളിക്കുന്നു. എല്ലാ വിവരങ്ങളും പറഞ്ഞില്ലേ? ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലത്തെ വിവരങ്ങൾ ഡെയിലി 3 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വിടണം. അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ഇന്ന് ഇത്രയും മതി. നാളെ 3 മണിക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.